ചേച്ചിക്ക് അതായത് പഠിച്ചിട്ട് ഒരു ജേർണലിസ്റ്റ് ആവണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അതായില്ല. ഇങ്ങനെ എത്തി, മറ്റുള്ളവരെ ബോറടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എത്തി. മഹേഷിന്റെ ഫാമിലി സപ്പോർട്ട് എനിക്കറിയാം. വൈഫിനെയും ആ ചേച്ചിയും മക്കളെ ഒക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുൾ സപ്പോർട്ടാണെന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും വീട്ടിലെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം? മകളുടെ കല്യാണം വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞു. അവളിപ്പം ലണ്ടനിലാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ജീവിതം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കൊടുക്കാൻ സാധിച്ചു. മോനും അജയ് എന്നാണ് പേര്. അജയ് അവിടെ പിന്നെ ഇതേപോലെ മീഡിയയിൽ തന്നെയാണ്, മീൻസ് ന്യൂസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതം ഇപ്പം ചെറുതായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത മോളായി. അതിന് മോളിപ്പോൾ +2 ഉള്ളൂ. ഇനിയിപ്പം അവളുടെ ഫ്യൂച്ചറൊക്കെ നോക്കണം. ഹേമ ഈസ് ഹാപ്പി വിത്ത് ഹെയർ ജോബ്. അവള് ഫ്ലൈവിൻ അക്കാഡമി എന്ന് പറഞ്ഞ അക്കാഡമിയിൽ ജോലി ചെയ്യുന്നു. ഷീ ഈസ് ഹാപ്പി. അപ്പം കുഴപ്പമില്ല, ഹാപ്പി. എനിക്കൊരു മോനും ഉണ്ട്, ഗോൾഡൻ റിട്രീവർ. ബഡി എന്നാണ് അവന്റെ പേര്. ബഡി ബഡി ബഡി. അപ്പൊ ശരിക്കും ബഡി തന്നെയാണ് അവൻ. അതെ, അവന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ബിലേറ്റഡ് ബർത്ത്ഡേ നമ്മുടെ ബഡിക്കുട്ടൻ. താങ്ക് യു സോ മച്ച്. സൂപ്പർ. അപ്പൊ അങ്ങനെ വീട്ടിൽ എന്തൊക്കെയാണ്, അതായത് കൃഷി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ടൈം പാസ് എങ്ങനെയാണ്? കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുശേഷമുള്ള ക്ലീനിങ് ഇഷ്ടമല്ല. കുക്കിംഗ് ചെയ്യും പക്ഷെ ക്ലീനിങ് ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നോൺ വെജ് കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഉണ്ടാക്കി കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന പാത്രം കഴുകല്, അവിടെയാണ് ഞാൻ ഹേമയും തമ്മിൽ അംഗച്ചേകവരാകുന്നത്. വാൾപ്പായിട്ട് ഈ വിദേശത്ത് നിന്ന് വന്ന സമയത്ത് അവിടെ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഒരു പുതിയ സ്വഭാവം എന്റെ ഉള്ളിൽ കയറി കൂടി, അത് ഇവിടെ വന്നപ്പോൾ മാറ്റണം അല്ലെങ്കിൽ ശരിയാവൂല? അല്ല, നേരെ തിരിച്ചാണ്. ഞാൻ വിദേശത്ത് പോയപ്പോഴാണ് പരസ്പരം ബഹുമാനിക്കണം എന്നുള്ള. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ പോലും നമ്മുടെ എതിരെ നടന്നു വരുമ്പം ഹലോ, ഹൗ ആർ യു, ഐ ഡൂയിങ് എന്നൊക്കെ ചോദിക്കില്ലേ? ഇവിടെ നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ എതിരെ വന്നവൻ്റെ നമ്മൾ ആ ഓർമ്മയിൽ, ഈ കുറേ നാൾ നിന്നെ ഓർമ്മയിൽ ഞാൻ രാവിലെ നടക്കാൻ പോകണം, എക്സസൈസിൻ്റെ ഇതിൽ നടക്കാൻ പോകുമ്പോഴത്തേക്ക് എതിരെ വന്നാൾ ഹലോ എന്ന് പറഞ്ഞാണ്, എവിടത്തെയാ ഒന്ന് നിന്നെ, പിന്നെ 5 മിനിറ്റ് അവിടെ പോയി ഞാൻ ആരാണ് എന്താണ് കണ്ട. അവിടെ അതത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരിത്. പിന്നെ അവിടെ അവനവൻ്റെ കാര്യം, ഈ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നടക്കുമെന്നുള്ള പ്രതികരണം അതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, അവിടെ സുഖം തന്നെയായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ജോലി പഠിച്ച് ആ ജോലിയിൽ കൃത്യമായിട്ട് കാശ് കിട്ടിയ ഒന്ന് കംഫർട്ട് ആയപ്പോഴേക്കുമാണ് തിരിച്ചു വരണം എന്നുള്ളൊരു തോന്നൽ കഷ്ടപ്പെട്ടത്. ഐ മീൻ വളരെ അബദ്ധവശാൽ തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്കിവിടെ റെഡ് കാർപ്പറ്റ് ഇതുപോലെ ഒരു സ്വീകരണം കിട്ടുമെന്ന് വിചാരിച്ചു. മലയാള സിനിമയിലും ബ്ലാക്ക് കാർപ്പറ്റ് ആയി പോയി. മൊത്തം ഡാർക്ക് സീനായി പോയി. വെടി പോക എന്ത് ചെയ്യാൻ, എല്ലാത്തിനും അതിൻ്റെതായുള്ള സമയമുണ്ടല്ലോ ദാസ മഹേഷ്. അതെ അതെ, അതുകൊണ്ടായിരിക്കും. ശരിയാണ് വിജയാശ്വാസിക. ഇനി എന്തായാലും നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കുറെ കേട്ടു, ഒരുപാട് എൻജോയ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കലാകാരിയെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ പെർഫോമർ ആരാണെന്ന് നമുക്കറിയണം. അവരെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. റെഡി? അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെ പാട്ട് ഡാൻസ് അല്ല, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള പെർഫോമറെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ ഈ വനിതാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷിജന പ്രീത്. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഞങ്ങൾ 3 പേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സാധാരണ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി പെർഫോമൻസ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ഫാമിലി തന്നെ റെക്കോർഡ് ഫാമിലിയാണ്. ഇവര് ഹസ്ബൻഡ്, വൈഫ്, മകള് എല്ലാവർക്കും ഓരോരോ റെക്കോർഡ്സ് ഉണ്ട് ഓരോരോ കാര്യങ്ങൾക്ക്. അതില് ഷിജിനയ്ക്ക് ബലൂൺ ആർട്ടിലാണ് അല്ലേ? സോ എന്തൊക്കെയാണ് സംഭവങ്ങൾ ബലൂൺ ആർട്ടിലൂടെ ചെയ്യുന്നത്? എനിക്കിപ്പം നിലവിൽ 2 റെക്കോർഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ബലൂൺ ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ണൂർ ARSS കോളേജിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഏഷ്യയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതുകൊണ്ട് അത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ എൻ്റർ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ബലൂൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന റെക്കോർഡ്. 1 മിനിറ്റിനുള്ളിൽ 13 ബലൂൺ രൂപങ്ങൾ നിർമ്മിച്ചതാണ്. അതിപ്പോൾ നിലവിൽ
ഗിന്നസ് റെക്കോർഡിന് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ബലൂൺ എന്ത് ടൈപ്പ് ഓഫ് ബലൂൺസ് ആണ് യൂസ് ചെയ്യുന്നത്? നോർമൽ ബലൂൺസ് തന്നെയാണോ? അല്ല, ഇതിന് മോഡലിംഗ് ബലൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ബലൂണാണ്. നീളത്തിലുള്ള ബലൂണാണ്. നീളത്തിലുള്ള ബലൂണ്. പക്ഷേ ഞാൻ സാധാരണ ബലൂണുകളും ഇതിന്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. ചില ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും കൂടുതലും മോഡലിംഗ് ബലൂൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിലേക്ക് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം? ഈ ബലൂൺ ആർട്ട് എന്ന് പറയുന്നത് പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ബലൂണുകൾ ഇങ്ങനെ വാങ്ങിച്ച് അങ്ങനെയൊക്കെയാണോ? അതൊരു ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഞാൻ വലുതായപ്പോഴും ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ വലിയ ബലൂൺ തണ്ണിമത്തൻ അത് വാങ്ങിക്കാറുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളായിരുന്നു. പക്ഷേ ഈ ബലൂൺ ആർട്ടിനെ കുറിച്ച് ഞാൻ അറിയുന്നതും ബലൂൺ ആർട്ട് എന്ന് പറയുന്ന ഫീൽഡിലോട്ട് വരുന്നതും ആഫ്റ്റർ മാരേജ് ആണ്. ഓ, അത് ശരി. ഹസ്ബൻഡ് മെന്റലിസ്റ്റ് ആണ്. അപ്പം മെന്റലിസം ഷോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ വളരെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് അതൊന്നും മനസ്സിലാവും. വിഷ്വൽ എഫക്റ്റ് ആയിരിക്കും അവർക്ക് കൂടുതൽ കെയർ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് A to Z ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ബലൂൺ ആർട്ടിനെ കുറിച്ച് അറിയുന്നത്. ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു ആർട്ട് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങി, പിന്നെ ഷോ ചെയ്ത് തുടങ്ങി. ബാക്കിയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡെവലപ്മെന്റ് ആയി ആഫ്റ്റർ മാരേജ് ആണ് ഈ ഒരു ഇത്രയും ഒരു റെക്കോർഡ്സ് ഒക്കെ കിട്ടിയത് അല്ലേ? അതെ, എല്ലാം ആഫ്റ്റർ. ഈ ബലൂൺ ആർട്ട് എന്ന് പറയുന്നതിന്റെ കിട്ടിയിരിക്കുന്നത് എല്ലാം ആഫ്റ്റർ മാരേജ്. ബിഫോർ മാരേജ് എന്തൊക്കെയായിരുന്നു ഷിജന എന്ന് പറയുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അന്നൊക്കെ എനിക്ക് നാടകത്തിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. 2 തവണ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഠിച്ചിട്ടുണ്ട്. നാടകം കലാക്ഷേത്രയുടെ ഇതിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് കല്യാണം കഴിച്ചത് കലാകാരനെയായിരുന്നു. സ്വാഭാവികമായിട്ടും പുള്ളിയോടെ ജോയിൻ ചെയ്തു. അപ്പോൾ 2 സ്ഥലത്തും, അതായത് ഷിജുനയുടെ ഫാമിലിന്നും ഹസ്ബൻഡിന്റെ ഫാമിലിന്നും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരിക്കും. കലാപരമായിട്ട് നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപരമായിട്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഹസ്ബൻഡിന്റെ ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിലൂടെ തന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കല കൊണ്ട് മാത്രം ജീവിക്കുകയാണ്. സൂപ്പർ. മഹേഷ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ നമ്മള് ചില ഇവന്റ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് സ്നൂപ്പി ഡോഗിനെയും അതുപോലുള്ള പല മൃഗങ്ങളെ കൊണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ശരിക്കും ഇതൊരു ഫോറിൻ ആർട്ടാണ്, വിദേശ ആർട്ട് തന്നെയാണ്. നമ്മൾ ഇവിടെ അത്രത്തോളം പോപ്പുലർ ആയിട്ടില്ല. ഷിജുനയ്ക്ക് എന്തായാലും ഈ ഒരു കലാരൂപം നമ്മുടെ നാട്ടിലും വളർത്തിയെടുക്കാൻ കഴിവുണ്ട്. അത് അങ്ങനെ വരട്ടെ അല്ലെ? ഈ ബലൂൺ ആർട്ട് നമ്മുടെ നാട്ടിലും ഷിജുനയിലൂടെ കൂടുതൽ ആൾക്കാർ പഠിക്കട്ടെ, അറിയട്ടെ.